ബെല്ലസ പ്രൈം ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 4 സുഹൃത്തുക്കളെയാണ് നാം പരിചയപ്പെടുന്നത്. സുഹൃത്തുക്കളെ നമുക്ക് സുപരിചിതമാണ്, നമുക്ക് പരിചയപ്പെടാം. സുനിൽ സുഗത, പ്രതാപൻ, രാജൻ പൂത്തറക്കൽ, രാംകുമാർ. ഇവരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, എങ്കിലും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സുനിലേട്ടാ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയാണ് നാടകവും സിനിമയൊക്കെ ആയിട്ട് ഇങ്ങനെ? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ 4 പേര് ഒരുമിച്ചെത്താനുള്ള ഒരു സൗഹൃദത്തിന്റെ കാരണം? എങ്ങനെയാണ് തുടക്കം? എവിടുന്നാണ്? എങ്കിലും ഈ നാടകവും സിനിമയൊക്കെ ആയിട്ടുള്ള ആ ഒരു തുടക്കം എവിടുന്നായിരിക്കും? അതായത് ഈ 2000-ലെ ലങ്കചരണ എന്ന് പറയുന്ന തൃശ്ശൂർ ബേസ് ചെയ്തിട്ടുള്ള നാടകസംഘം തുടക്കം കൊടുത്ത നാടകസംഘത്തില് അന്ന് 2000-ലെ സൺഡേ തിയേറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് പ്രസാദായിരുന്നു അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. അപ്പൊ സൺഡേ തിയേറ്റർ മുഖാന്തരമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അങ്ങനെ ഒരു സ്കെച്ച് രംഗചേതനയ്ക്ക് മുൻപ് ആദ്യം കണ്ടുമുട്ടിയത് ഞാനും രാജേണ്ണ കണ്ടുമുട്ടിയിട്ടില്ല. അത് കണ്ടുമുട്ടുന്നത് എവിടെയാണ്? അത് ഞങ്ങൾ കണ്ടുമുട്ടും ഞങ്ങളുടെ നാട്ടിലെ കോടന്നൂർ പാർലം പഞ്ചായത്തിൽ 2 പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരാണ്. 2 പഞ്ചായത്തിൽ പെട്ടുള്ള ആൾക്കാരാണ്. അത് സംഭവം വെച്ചാല് പഞ്ചായത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്, ആൾക്കാരെ എടുക്കുന്നുണ്ട്. നാടകവുമായി ബന്ധപ്പെട്ടല്ലേ? അതെ 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 അതെ. അത് എന്ന് വെച്ചാല് മറ്റേ ജോസ് അവസാന സമയത്ത് ഫുഡ് ഫൗണ്ടേഷന്റെ ഫണ്ട് വെച്ചിട്ട് അവസാനം നാടക സമയത്ത് ഗ്രാമങ്ങളിൽ നാടക സംഘം ഉണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതി കാരണം ആളെ കൂടെ അന്നുണ്ടായിരുന്ന ബിജുകുമാർ പള്ളി പറഞ്ഞോട്ട് സുഹൃത്തുക്കൾ നിങ്ങളുടെ ഒരു നഗരത്തിന്റെ ആളുകളാണോ? ബസ്സൊന്നുമില്ല, 6 മണി കഴിഞ്ഞ ഒരു വണ്ടിയില് നിഷ്കളങ്കതയുടെ പോലെ. അപ്പൊ അത് ഞങ്ങൾ 97-ല് ഞങ്ങള് അവിടെ പള്ളിപ്പുറത്ത് വെച്ചിട്ട് ഞാനും രാജേട്ടനും കൂടിയിട്ട് അന്ന് ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉണ്ടായിരുന്നു. ഒരു ആക്ട് പാർലമെന്റ് സംഘം ഉണ്ടായി. 3 വർഷം 3 വർഷം അവിടെ ഞങ്ങൾ നാടകം ചെയ്തു. എന്തായാലും നാടകത്തിൽ കൂടെ തന്നെയാണ് ഈ അവിടുന്നാണ് പിന്നെ രംഗചേതനക്കാര് 2000-ൽ ഇവിടെ സണ്ടത്തിക്കോണം ഇപ്പൊ രാജേട്ടൻ അങ്ങോട്ട് പഠനം മാറ്റി. പിന്നെ നിങ്ങൾ 2 പേരും കണ്ടുപിടുന്നത് ആദ്യം ആരെയാണ്? രാജേട്ടനാണ് പിന്നെ അവരെന്നെ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ ഞായറാഴ്ച ഫസ്റ്റ് ബാച്ചാണ്. അപ്പൊ ഞായറാഴ്ച ക്ലാസ് ഉണ്ടാവും. ഞായറാഴ്ച ഒരു കാലത്ത് 9 മണി തുടങ്ങി ഒരു 5:30 വരെ ഉണ്ടാവും. അപ്പൊ എന്നെ കാണാനായിട്ട് രാംകുമാർ പറയാ അതിന്റെ കാഴ്ച അങ്ങനെയാണ്. ഗുരുകുല വിദ്യാഭ്യാസം അല്ല. അതെ അതെ അതെ. ഇന്ന് കളക്ടർ അയച്ചൊരാൾ കളക്ടറാണ്, സുഭാഷ് കളക്ടറാണ്. വേർതിരിവില്ലാത്തൊരു നാടക സംഘമാണ് രംഗചേതനയുടെ. സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിചിത്രമായ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാരും നമ്മളൊരു പുറത്തിറക്കുന്ന കണ്ണിയായിരുന്നു ശരിക്കും. എല്ലാവർക്കും താല്പര്യം. അതിനിടയ്ക്ക് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാം. കാരണം ഒരു ബോർഡിൽ ഞങ്ങൾ അഭിനയം പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ അഭിനയം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കലയാണോ? പറ്റും. അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. പക്ഷെ നമുക്ക് അതിന്റെ പക്കത്താണ് കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. കിണറിന്റെ പക്കത്ത് കൊണ്ട് നിർത്താൻ, പുഴയുടെ പക്കത്ത് കൊണ്ട് നിർത്താം. നീന്തലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടിയിടും. നമുക്കൊരു ക്രിയേറ്റിവിറ്റി കാണുന്നെങ്കിലും അല്ലേ? പറയാൻ പറ്റില്ല. അല്ലെ, വിചിത്ര ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞപ്പോഴാണ് ചോദിച്ചേ. അതിൽ നിങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്ന ആളുകളായിട്ട് ഇപ്പോഴും നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾ ഉണ്ട്? ആ ഒരു കാലത്തെ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? നിങ്ങളുടെ 4 ആളുടെയും പരസ്പര ബന്ധത്തിലുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത്? പഠിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങള് ചെറിയ ചെറിയ നാടകങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു. കുടൂർ മാസ്റ്റർ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ജയപ്രകാശ് ക്യാമ്പ് തൃശ്ശൂർ വെച്ചിട്ട്. അതിനുശേഷം പിന്നെ ഇവിടെ തൃശ്ശൂര് ഒരു ചെറിയ നാടകങ്ങൾ ചെയ്യുന്ന വേറെ സംഘം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ നമുക്ക് ഇതേപോലെ ചെയ്താലെന്ന് വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാല്
പലപ്പോഴും സുനിൽ സുഗത വേറെ ആളുണ്ടായിരുന്നു പ്രസാദ് ആളിപ്പോ കൊറിയല അപ്പൊ ഞങ്ങളൊക്കെ എല്ലാവരും കൂട്ടിട്ട് രാജനും എല്ലാവരും കൂട്ടിട്ട് ചെറിയ ചെറിയ 10 മിനിറ്റ് 5 മിനിറ്റ് നാടകങ്ങളൊക്കെ ഞങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യാനും കളിക്കാനും തുടങ്ങി. ആ നാടകങ്ങൾക്ക് വളരെയധികം കളികളാണ് കിട്ടാൻ. ഒരു 10-15 വർഷം നമ്മൾ കളിച്ചിട്ടില്ല അത്. 15 ഇപ്പോഴും കളിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഡിസംബർ 23 ഞങ്ങൾ എടപ്പാട് പോയിട്ട് കളിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇന്റർവെല് നമ്മളെ വിളിക്കും. അരമണിക്കൂർ 3 മണിക്കൂറിന്റെ പരിപാടി കൂടി നമ്മൾ അങ്ങനെ ചെല്ലും. ഒരു വലിയ സന്തോഷമാണ്. നമുക്കൊരു പ്രാക്ടീസിങ് ഇല്ല, എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ലല്ലോ ഈ കല ഉള്ളിൽ ഉണ്ടാവാന്നുള്ളതല്ലേ. അല്ല, നമ്മള് ഒരു പരിപാടി ഒരു ചെറിയ സ്കെച്ച് ഉണ്ടാക്കിയാൽ അത് അവതരിപ്പിക്കാൻ ഒരു വേദി വേണമല്ലോ. അങ്ങനെയുള്ള വേദികളാണ് ഇപ്പൊ ആള് പറഞ്ഞത്. വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ആദ്യം കളിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അവിടെ തിരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് വെച്ചാല് എവിടെ ചിരിക്കും, ഓഫീസ് വെച്ചിട്ട് മുന്നിലാണല്ലോ കളിക്കാം. അപ്പൊ അവർ ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ധൈര്യമാണ്, നാട്ടുപുറത്തൊക്കെ ധൈര്യമായിട്ട് കളിക്കാം. അല്ല, എപ്പോഴെങ്കിലും നമ്മൾ ഈ നാടകം കളിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്തെങ്കിലും മറ്റൊരു ജോലിക്ക് പോകണം അങ്ങനെ തോന്നിയിട്ടുണ്ടാവല്ലോ? അതെ, അതാണ് ചോദിച്ചാ. അല്ല, ഞാനൊരു ജോലിക്ക് പോയിരുന്ന ആളാണ്. ഞാൻ ഇതിനെ കുറിച്ച് ജോലി രാജിവെച്ചു. സുനിലേട്ടൻ ജീവിതത്തിൽ ഒരുപാട് വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? പറഞ്ഞു ഒക്കെ ഉണ്ടാവും അല്ലേ? അല്ല, കേട്ടാ തിരിച്ചറിയാലോ. എന്തായാലും പ്രധാനം പറയും. അല്ല, അങ്ങനെയുണ്ടോ സുനിലേട്ടാ? അപ്പൊ നമ്മളിപ്പോ ഈ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു കലാകാരനല്ല, ഒരു സിനിമാതാരായിപ്പോഴേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഈ വരുമ്പോ എന്തെങ്കിലും അതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും? വായിക്കാൻ വേണ്ടിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം അത് വേറെ ആരുടെ കോട്ട് ചെയ്യുമ്പോ അത് മാത്രം ചില കാര്യങ്ങളൊന്നും അതിന്റെ ആവശ്യമില്ല. അല്ല, അവർക്ക് അതൊരു ഹരമാണല്ലോ. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. അവർക്ക് അത് വെച്ചിട്ട് പേരെടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. അതന്നെ. ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഒരു സൗഹൃദം എങ്ങനെയാണ് കണ്ടെത്താറ്? സുനിലേട്ടൻ തിരക്കിലായി ഇവരും അത്യാവശ്യം സിനിമകളൊക്കെ ഇങ്ങനെ സൗഹൃദത്തിൽ കണ്ടെത്താൻ എങ്ങനെയാണ് പറ്റാറ് സാറിന്? അത് കണ്ടതൊക്കെ സൗഹൃദം, സ്നേഹം, ഒരു ഇമോഷൻ അല്ലേ? അത് ഉള്ളിലുണ്ടെങ്കിൽ അവിടെ കിടന്നോളൂല്ലോ. അത് യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ അല്ലാതെ നമുക്ക് ഞങ്ങള് ഇടയ്ക്ക് നാടകം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യമില്ല ഞങ്ങൾ പരസ്പരം വീടുകളിലേക്ക് പോകാറുണ്ട്. ഇപ്പൊ ഞങ്ങള് ഇന്ന് ഇത് കഴിഞ്ഞിട്ട് പോണത് ഞങ്ങളൊരു മീറ്റിംഗാണ് അല്ലെ? ഞങ്ങളൊരു മീറ്റിങ്ങിനെ പോണത്, ഞങ്ങളൊരു നാടകം ചെയ്യാനുള്ള ആലോചന മീറ്റിങ്ങിനെ പോണത്. ഞങ്ങൾ ഇനിയിപ്പോ ഒരു 1.5 മാസം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. അത് സിനിമകളിലും കാണുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള സിനിമയില് നിങ്ങൾ 3 പേരുണ്ട്. അപ്പൊ ഇവർ 2 പേരും തമ്മിലുള്ള കോമ്പിനേഷനിൽ ശരിക്കും നമുക്ക് തിരിച്ചറിയാം ഇവര് പണ്ട് പരിചയക്കാരായിരുന്നു അല്ലെ തോന്നല്. അതില് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, 2 താടിയില്ലാത്ത ആളുകളാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലെ? ഈ താടി ഒരു ഇതായിട്ട് തോന്നാറില്ല എപ്പോഴെങ്കിലും? താടി ഇല്ലാതെ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നു? ഒരു ആവശ്യമാണെന്നൊക്കെ തോന്നില്ല? ആവശ്യമാണെന്ന് തോന്നില്ല സഞ്ചി ഇല്ലെങ്കിൽ? അതൊരു അവയവം മാറിയിട്ടുണ്ടായിരുന്നു, ഒരു സ്ഥാനമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അല്ല, തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സിനിമകളിൽ ഇപ്പോൾ നാടകത്തിന്റെ ഒരു പരവിൽ കൂടി ഞാൻ തോന്നുന്നു സിനിമകളിൽ ഇപ്പോൾ ഓരോരുത്തരെയും ഓരോ വേഷം, ഈ പറഞ്ഞ മാതിരി പ്രാവൻകൂട് ഷാപ്പിൽ നിങ്ങളുടെ പേര് പോലീസുകാർ, അതുപോലെ രാജേട്ടന്റെ 7-ാം പാതിര എന്ന സിനിമയിൽ അഞ്ചാം പാതിര എന്ന സിനിമയിൽ ഒരു ചെറിയൊരു സംഭവമാണ്. അത് സംസാരിച്ചുള്ള രാമേട്ടനോട് നിങ്ങളെ തിരിച്ചറിയാം പെട്ടെന്ന് എന്താണ് ഒരു അതായിരുന്നു അഭിനയിച്ചിരുന്നത്. അത് ഈ തിയേറ്റർ സ്വാധീനമാണോ ശരിക്കും? അഞ്ചാം പാതിരയില് അത് നമ്മൾ ചെന്നിട്ട് ഡയലോഗ് തരുന്നു. അപ്പൊ നമ്മൾക്ക് വായിച്ചിട്ടുള്ള നാടകം കൊണ്ട് ഇതിങ്ങനെയല്ല, അവധൂതൻ എന്നാണ് അതിൽ പറയുന്നത്, ഇതൊരു ഭ്രാന്തൻ. അപ്പൊ ഞാനത് അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് രാജേട്ടൻ അത് മാറ്റി എഴുതി നോക്കൂ ഇത്. അപ്പൊ നമ്മള് അതിൽ പറയുന്നത് നാടകത്തിൽ ഡയലോഗ് പറയുന്ന പോലെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ അത് നിൽക്കുള്ളൂ, സാധാരണ പറഞ്ഞാൽ നിൽക്കില്ല അത്. കാരണം അതിനൊരു വേറൊരു സ്വഭാവം ഉണ്ടല്ലോ, ഫാന്റസിയുടെ സ്വഭാവം, ഉള്ളിലേക്ക് എത്തണം, ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തണം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് കുറച്ചും കൂടി
നാടകീയമായിട്ട് ആ ഡയലോഗ് പറയുന്നു. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത്. ഇപ്പൊ കുട്ടികളൊക്കെ കാണുമ്പോൾ പറയാറുണ്ട്, +2 പരീക്ഷ ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതാതിരിക്കുമ്പോൾ ഈ ഡയലോഗ് വരും. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവര് വീണ്ടും അവര് തമ്മിൽ കൈമാറുന്നു രാത്രികളെ. അല്ല, അത് തന്നെയാണ് ഇപ്പൊ പൊറിജോ മറിയൻ ജോസിൽ പ്രതാപേട്ടന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആ സിനിമ കൊണ്ടുപോകുന്നത് എനിക്ക് പ്രതാപേട്ടനാണ് ശരിക്കും അല്ലേ? മാത്രല്ല സിനിമ കൊണ്ടുപോകുന്നത് താങ്കൾ തന്നെയാണെന്ന് തോന്നും ചിലപ്പോ. അല്ല അല്ല അങ്ങനെ തോന്നിയിട്ടു. അപ്പൊ ഞാന് നിങ്ങൾ സന്തോഷം ഒരു സീലിംഗ് വരുന്നു നമുക്ക് സന്തോഷകാരണം ആഗ്രഹിക്കാൻ അഭിനയിക്കാൻ പറ്റുന്ന ആഗ്രഹിക്കാം. സന്തോഷത്തിൽ വിളിക്കുന്നു, സന്തോഷമുള്ള. അപ്പൊ ഈ നാടകവും സിനിമ അവസാനത്തെ ലക്ഷ്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ ഇത് നമ്മള് ഇല്ല? അല്ല, ഇപ്പോഴും അത് നാടകം കളിക്കാൻ തന്നെയാണ്. പക്ഷെ നമ്മളെ ഇക്കോണമിക് ആയിട്ട് നമ്മളെ സാമ്പത്തികമായിട്ട് ഇതാണ് നമ്മൾ രക്ഷിക്കുന്നത്, ഭക്ഷണം തരുന്നത്. മറ്റത് നമ്മൾ ബെഞ്ചിൽ കിടന്നു പറഞ്ഞ് ഇതുപോലുള്ള ബന്ധങ്ങള് സിനിമ എന്ന് കിട്ടിയെന്ന് വരില്ല, നമുക്കറിയില്ല, നമുക്ക് ചെറിയ പരിചയമുള്ളൂ. പക്ഷെ ഈ നാടകം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം. ഇപ്പൊ സിനിമയിൽ നിങ്ങൾ 4 പേര് ഒരുമിച്ച് ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുണ്ടോ? പുതിയ സിനിമ അത് തൃശ്ശൂർക്കാരനായിട്ടുള്ള ശിവപ്രസാദ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് വളരെ പ്രശസ്ത നേടിയിട്ടുള്ളതാണ്. അപ്പോ മരണമാസം നടന്നിട്ടുള്ള ഒരു സിനിമ വരുന്നുണ്ട്. ഞങ്ങൾ കോമ്പിനേഷൻ ചെയ്യുന്നില്ല, വ്യത്യസ്തമായി ഒരുമിച്ച് എല്ലാവരും 4 പേരും ഉണ്ട്. ഇല്ലില്ല, ആരും കോമ്പിനേഷൻ ചെയ്യുന്നില്ല. സുനിലേട്ടനോട് ചോദിക്കാൻ മറ്റൊരു ചോദ്യം. സാധാരണ ഇപ്പോൾ കുറെ തുടക്കത്തിൽ സുനിലേട്ടൻ വരുന്ന സിനിമയിൽ കാണുമ്പോൾ എല്ലാവരും ഒരു കൊമേഡിയൻ എന്ന് വരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ? സാധാരണ ആൾക്കാർ, ഞാനല്ല സാധാരണക്കാരൻ ചിന്തി. പക്ഷെ സുനിലേട്ടൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നാടകത്തിന്റെ തട്ടകത്ത് അങ്ങനെ കോമഡി ആക്ഷേപഹാസ്യം ഒക്കെ ചെയ്തതിന്റെ ഒരു ഫലമാണോ ഈ ഇത്തരം ക്യാരക്ടറുകൾ? ഇപ്പോൾ തമിഴ് സിനിമ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു സൈക്കോ ആയി ചെയ്ത സിനിമ, അതിലൊക്കെ അങ്ങനത്തെ ഒരു വേഷങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാനായിട്ട് ഈ തട്ടകം വളരെയധികം ഞാനാണ് ചോദിച്ചത് നിങ്ങൾ എങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്തത്? കാരണം ഞാൻ ഇതുമായിട്ട് സിമിലർ ആയിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ, പലരുടെ സിനിമകൾ കണ്ടിട്ടില്ല, അതിന്റെ രൂപം മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനെ നോക്കിയപ്പോ രൂപം കണ്ടപ്പോ അതാണ് ഒരു ഡയറക്ടറുടെ ബ്രില്യൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇയാളുടെ രൂപം ഇനി അയാളോട് ചെയ്തിപ്പിക്കാൻ അയാൾക്കുള്ള ഒരു കോൺഫിഡൻസ് എന്താ അറിയില്ല. അപ്പൊ അങ്ങനെയാണ് സിനിമ എനിക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും നാടകമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്, അത് നമ്മള് കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നാടകം തന്നെയാണ് ശരിക്കും നമ്മുടെ ഒരു തട്ടകം എന്നുള്ള രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റും. നാടകം ചെയ്തിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഏത് ക്യാരക്ടറിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ രൂപം, നമ്മളുടെ ബോഡിയൊക്കെ വെച്ചിട്ട് ഈ രൂപം കഥാപാത്രത്തെ ബാധിക്കും. പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഇത്ര വണ്ണമുള്ള ഒരു ക്യാരക്ടറാണ്, ആളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ വണ്ണം ഉണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് ഫിറ്റ് ആവില്ല. ആക്ടർ എന്ന നിലയ്ക്ക് ആ ക്യാരക്ടർ ചിലപ്പോൾ ഫിറ്റ് ആയി വരും. അത് ഞാൻ ഈ പറയാൻ കാരണത്തില്ല, നമ്മള് രണ്ടാമൂഴം എന്നിട്ട് ഒരു സിനിമ നാടകം KPSCയുടെ ഭീമനെ കുറിച്ചുള്ള നാടകം ഉണ്ടായിരുന്നു. അതിൽ വളരെ മെലിഞ്ഞിട്ടാണ് ആ ഭീമന്റെ വേഷം അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെയും ചെയ്യാം എന്നുള്ളൊരു ചില തോന്നലുകളാണ്. വിരിയിപ്പിക്കാനുള്ള സമയം, വിരിയിപ്പിക്കാനുള്ള നടൻ തന്നെയാണ്. പക്ഷെ സിനിമ അതല്ല. സിനിമ പലപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ അല്ല, അത് ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനൊരു സിനിമയ്ക്ക് പോയപ്പോ ഞാൻ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇലക്റ്റഡും സെലക്റ്റഡും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഇലക്റ്റഡ് ആണല്ലോ, സെലക്ട് ചെയ്യുന്നല്ലോ. അപ്പൊ എന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിട്ടല്ലോ ഞാനിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നത്, എന്നെ ഇലക്ട് ചെയ്തെടുക്കുന്ന. അപ്പൊ അപ്പൊ ആ ലോജിക്ക് വന്നപ്പോ അത് കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യാലോ. സീരിയസ് ആയിട്ട് ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റ് ആവാണ് എന്താ വെച്ചാൽ എനിക്ക് പോലീസ് ഓഫീസർ ആവാൻ പറ്റില്ല. കാരണം അതിന്റെ ഡിഗ്രി വേണം, എന്റെ ബോഡി വേണം. അല്ല, അത് കൃത്യമായിട്ട് അതിൽ കായികക്ഷമത ആർക്കാവുമല്ലോ, പൗരൻ നിലയ്ക്ക് ആർക്കും ആവാം. ഇലക്ട് ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയാൽ കൊള്ളാമായിരുന്നു, മറ്റൊരാൾ അഭിനയിച്ചിരുന്ന ഒരു ക്യാരക്ടർ ചെയ്യാമായിരുന്നു എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല.
അല്ല നമുക്ക് ഒരുപാട് ഇൻസ്പയർ ചെയ്യല്ലോ പെർഫോമൻസ്. അതെ 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 അതെ. ഓൾറെഡി ആണ് ചെയ്തു കഴിഞ്ഞല്ലോ. എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനത്തെ നമുക്ക് ഒറ്റയ്ക്ക് സിനിമയിൽ വന്നിട്ടുള്ള അതിന് അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാൻ? സിനിമയിൽ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാവുന്ന അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല, നമ്മളത് എൻജോയ് ചെയ്യുന്നത് തന്നെ. നമ്മുടെ സാധാരണ ചോദിക്കും മറക്കാനാവാത്ത അനുഭവം. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ. പക്ഷെ നമ്മളിപ്പോ ഒരാളൊരു കഥാപാത്രത്തിനോട് നമുക്ക് നമ്മൾ ഭയങ്കര കഥാപാത്രമാണ് എംടിയുടെ ഒരു ഏതെങ്കിലും ഒരു കഥാപാത്രം എടുക്കുന്നു, അല്ലെങ്കിൽ വൈക്കം മുതലക്ഷ്മിയുടെ ഒരു കഥാപാത്രം എടുക്കുന്നു, അത് വലിയ കഥാപാത്രം നമുക്ക് തോന്നുന്നു. അതങ്ങനെ നമ്മളങ്ങനെ ഉത്തരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാസ്റ്റേഴ്സ് ചെയ്ത് PG ചെയ്ത് അല്ലെങ്കിൽ ചേർന്ന് ചെയ്യുന്ന അങ്ങനൊന്നും ഇതില്ല. ഓൾറെഡി അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ തരത്തിൽ നമ്മളെങ്ങനെ അടയാളപ്പെടുത്താം. അല്ല, സുനീനെ സംബന്ധിച്ച് അങ്ങനെ ആ ക്യാരക്ടറുകൾ അടയാളപ്പെടുത്തി പോയിട്ടുണ്ട്. നമ്മുടെ കപ്പ്യാര്, പിന്നെ ഇമ്മാനുവലുള്ള നമ്മുടെ ജോസഫേട്ടൻ, പിന്നെ ജഡ്ജി. ഇത് പെട്ടെന്ന് ഒരു ജഡ്ജി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നതില് ഒരാള്. തീർച്ചയായിട്ടും. അല്ല, അത് ഈ ഒരു മാറ്റാണ് നമ്മൾ ചെയ്യുന്നതിന്റെ മാറ്റം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അതും പ്രതാപേട്ട ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഒരു സൂപ്പർ സ്റ്റാറായി മാറി, ഇപ്പൊ സുഖമായിട്ടൊക്കെ നാട്ടിൽ കൂടെ നടക്കാം അല്ലേ? ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിൽ എത്തിച്ചേരുന്നു, നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ സുഖമായിട്ട് നാട്ടിലൊക്കെ ഇറങ്ങി നടക്കല്ല, ബസ്സിൽ പോവാം, സൈക്കിൾ ഓട്ടി പോവാം, നടന്നു പോവാം. എന്തായിരിക്കും ഒരു മാനസികാവസ്ഥ ആ സമയത്ത്? അല്ല, ഇതുപോലെയൊക്കെ തന്നെ നടന്നു പോവോ? റോഡിലൂടെ നടന്നു പോവാ, അങ്ങനെ സുഹൃത്തുക്കളെ കാണാനായിട്ട് പോവാ, അങ്ങനെയൊക്കെ പറ്റുമോ? അപ്പൊ പോലീസുകാരുണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. അത് നമ്മളിപ്പോ തമിഴിലാണ് കാണാം. ഒരു പ്രോഗ്രാമിന് കടയുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ് സേതുപതിയാണ് നമ്മൾ അവസാനം കണ്ടത്. പ്രോഗ്രാമിന് വരാണ്, അപ്പൊ ആള് ബീച്ചിന്റെ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിക്കാൻ എന്താണെന്ന് അറിയില്ല, ആൾ അങ്ങോട്ട് പോയി വഴിക്ക് ഈച്ച പോലെ പോലീസുകാരാണ്. അവിടെ നമ്മളെക്കാട്ടും കൂടുതൽ ആരാധകരാണ്. ജാമാവും, അവസാനം കടക്കാൻ പറ്റില്ല, ഈ പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് ആൾക്ക് കടക്കാൻ പറ്റില്ല. അല്ല, അതൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മളെ ആൾക്കൂട്ടത്തിലൂടെ പോകാനും ഒക്കെ ഭയങ്കര. പ്രതാപനൊക്കെ മറ്റേ സെക്യൂരിറ്റി ഒക്കെ വന്നിട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ശരിക്കും മനസ്സിൽ കാണുക. പ്രതാപേട്ടൻ ആയി കഴിഞ്ഞു. അല്ല, രാജേട്ടനും ചിന്തിക്കാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ. അല്ല, ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും അവസ്ഥ? ഞാൻ അതങ്ങനെ തന്നെയാണ്. നമ്മുടെ സെക്യൂരിറ്റി വെച്ച് ഇടംബലം നിർത്തി നമ്മൾ തല നോക്കേണ്ടവരോട് മാത്രം നോക്കി തല കുലുക്കി. ഇപ്പൊ പ്രതാപനെ കാണാൻ നമുക്ക് കുലുക്കേണ്ട കാര്യമില്ല. കണ്ടില്ലേ, നമ്മൾ കണ്ടില്ലേ, നമ്മളെ ഒരുമിച്ച് അഭിനയിച്ചാൽ കണ്ടില്ലേ. അല്ല, അത് നോക്കണ്ടാവും. അല്ല, ആ ഭാവത്തിനാണ് കാര്യം ഇരിക്കുന്നത്. നോക്കാം അതെങ്ങനെയാണെന്നുള്ളതാണ് കാര്യം. ഈ പ്രാവൻകൂർ ഷാപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് പുതിയ സിനിമകൾ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സിനിമ ഇല്ല, ഒന്നുമില്ല. അതാണ് പറഞ്ഞത്, ഈ മരണമാസം നമ്മൾ അതിന് ശേഷം ചെയ്തതാണ്. പുതിയ സിനിമയാണോ? അതിന് നാടകങ്ങൾ വല്ലതും നിങ്ങൾ ചെയ്യാനായിട്ട്? അയ്യോ, പ്രധാന സിനിമയുണ്ട്. സോറി, ക്ഷമിക്കണം പ്രധാന, എനിക്ക് സിനിമയില്ല. ഓ ആയിക്കോട്ടെ, ശരി. അല്ല, പറഞ്ഞു അല്ല, പ്രധാന സിനിമയുണ്ട്, എനിക്ക് സിനിമയില്ല. രാമേട്ട അങ്ങനെയുള്ള അസൂയുണ്ട് അതിന്റെ പേരില്? അതെ, നേരത്തെ പറഞ്ഞില്ല എങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടെടുക്കണെന്ന് വെറുതെ തോന്നുക. അല്ല, അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ഇത്രയും വർഷമായിട്ട് 2000 തൊട്ടുള്ള ബന്ധമല്ലേ. നാടകത്തിന്റെ രീതിയിൽ പോകുമ്പോൾ പലതരം അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സുനിലേട്ടനോട് ചോദിച്ചു. അതുപോലെ തന്നെ ത്യാഗത്തിന്റെ കഥകളൊക്കെ വല്ലതും പറയാനുണ്ടാവും നമുക്ക്? നമ്മളെ പഠിക്കുന്ന സമയത്ത് തന്നെ നോക്കാം. അപ്പൊ ഞാൻ എന്റെ വീട് പറഞ്ഞല്ലോ, മാളയെന്നാണ് ഞാൻ വരണേന്ന്. അപ്പൊ മാളയെന്ന് ഇങ്ങോട്ട് രാവിലെ ഇവിടെ 9 മണിക്ക് എത്തണമെങ്കിൽ നമുക്ക് രാവിലെ 7:30-8 മണിക്ക് വരണം, വീട്ടിൽ നിന്ന് വരണം. അങ്ങനെ വന്ന് നമ്മൾ 9 മണിക്ക് ഇരിക്കും. 9 മണിക്ക് ക്ലാസ്സിൽ കയറിയിരുന്നു. പിന്നെ 1 മണിക്ക് പിന്നെ
ഒരു 5:30 പരിപാടി ഇത് അവസാനിക്കും ഞങ്ങൾ 5:30-6 മണിക്ക് ക്ലാസ് അവസാനിക്കും. അത് കഴിഞ്ഞാൽ മിക്കപ്പോഴും നാട്ടികലായിരുന്നു അതിന്റെ പഠിച്ച് സംഗീത നാടകക്കാരോ ഇപ്പൊ ബ്ലാക്ക് ബോക്സ് നാട്ടികലായിരുന്നു. അപ്പൊ എന്തെങ്കിലും പെർഫോമൻസോ നാട്ടികലത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ റീജിയണൽ തിയേറ്ററിൽ ഉണ്ടാവും, അല്ലെങ്കിൽ തൃശ്ശൂർ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് കാണാൻ കയറും. അത് കണ്ടു കഴിഞ്ഞാല് അത് പോവാൻ തോന്നില്ല തൃശ്ശൂരിൽ നിന്ന്. ഏതെങ്കിലും സെക്കൻഡ് ഷോ ആണ്. പിന്നെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, മളയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് KSRTC സ്റ്റാൻഡിൽ പോകും. എന്നിട്ട് അപ്പോഴേക്കും പേപ്പർ വരേണ്ട നേരം പേപ്പർ മേടിച്ച് വായിക്കും. എന്നിട്ട് ആ പെട്രോൾ പമ്പിൽ ഇങ്ങനെ പായ വിരിച്ച് കിടക്കും. പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും പോവാ, പിറ്റേ വ്യക്തിപരമായിട്ട്. അപ്പൊ നാടകം നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ, എല്ലാവരും ഞങ്ങൾ അങ്ങനെ തന്നെ. അതായത് ആ ബ്ലാക്ക് ബോക്സിൽ നമ്മളെല്ലാവരും കിടക്കും. പിറ്റേ ദിവസം പോയിട്ട് ആദ്യം റിഹേഴ്സലിന് വരും. അപ്പൊ വീട്ടില് ഇപ്പൊ ത്യാഗത്തിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ ഗുരു ഡോക്ടർ വയലാ വാസുദേവൻ ആള് നിർബന്ധപൂർവ്വം ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വേറെ ഒന്നിനും പോവാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഈ 3 വർഷത്തോളം ഞായറാഴ്ചകളിൽ ഒരു കല്യാണത്തിനോ ഒരു മരണത്തിനോ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല, ബന്ധങ്ങളില്ല. നമുക്ക് ആകെ ഞായറാഴ്ച നമുക്ക് നാട്ടുകാരും വീട്ടുകാരായിട്ടുള്ള ബന്ധം. അതിന്റെ പേരിലൊക്കെ നമ്മുടെ ബന്ധങ്ങളൊക്കെ തകരാറായിട്ടുണ്ടാവില്ലേ, വീട്ടുകാരായിട്ടുള്ള ബന്ധങ്ങൾ തകരാറായിട്ടുണ്ടാവും, ബന്ധുക്കളായിട്ടുള്ള. ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് ഞായറാഴ്ച. അപ്പൊ ആ ഞായറാഴ്ച നാടകത്തിന്റെ പേര് തന്നെ സൺഡേ തിയേറ്റർ. അതിപ്പോഴും നടക്കുന്നുണ്ടല്ലോ അങ്ങനെ. അതിൽ കുറെ ആളുകൾ ഇതുപോലത്തെ ആളുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. 21ാമത്തെ ഫസ്റ്റ് ബാച്ചാണ് നിങ്ങളെല്ലാവരും. ഒരു കാര്യം കൂടി പറയാം. സൺഡേ തിയേറ്ററിൽ ഞാൻ പഠിക്കുമ്പോഴാണ് എന്റെ കല്യാണം കഴിയുന്നിട്ടാ. ഞാൻ പഠിക്കുമ്പോഴാണ് കല്യാണം കഴിയുന്നത്. ആൾക്കാര് ജോലിക്ക് കിട്ടിയ കല്യാണം അപ്പൊ നമ്മള് പഠിക്കുമ്പോ ഇവരൊക്കെ ഉള്ള നമ്മുടെ സതീർത്ഥ്യം. അപ്പൊ നമ്മൾ ഇവരെ കല്യാണം വിളിക്കല്ലോ. കല്യാണം വിളിക്കുന്നിടത്ത് വയലാ സാറ് സമ്മതിക്കുന്നില്ല, കല്യാണത്തിന് പോകാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ സുനിസൂത മാത്രം എന്റെ വീട്ടിലുണ്ട്. കാരണം ഫോട്ടോഗ്രാഫർ ആയിരുന്നു. എന്റെ കല്യാണത്തിന്റെ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. ഞാൻ അപ്പൊ ഭക്ഷണമൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കുകയാണ് ചെയ്തത്. ഇവർക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കുക, പായസം ചോറൊക്കെ ഇങ്ങോട്ട് അരവഴി കൊടുത്തയക്കുകയും ചെയ്തത്. അതൊരു ത്യാഗമാണ്. തലേ ദിവസം ഒരു വന്നിരുന്നു കൊടുത്തത് വിളിച്ച് പറയാനുള്ള. അപ്പൊ അങ്ങനെ എല്ലാവരും സിനിമയിലാണ് ആദ്യം വരുന്നത്? രണ്ടുപേരും ഒരു നാടകത്തിൽ അഭിനയിച്ചത്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്താ പറയാ ഓഡീഷന് പോവുക വളരെ കുറവാണ്. കാരണം നമ്മുടെ തൃശ്ശൂർ അങ്ങനെ വലിയ അന്ന് സിനിമയായിട്ട് കണക്ഷൻസ് ഇല്ല. നമുക്കൊന്നാമത് കണക്ഷൻ ഇല്ല, ആൾക്കാരെ അറിയൊന്നുമില്ല, സിനിമയിലുള്ള ആളുകളെ അറിയില്ല, നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളൊന്നും സിനിമയിലില്ല. അപ്പൊ ഞങ്ങള് ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ നാടകം എവിടെ എറണാകുളത്ത് അല്ലെ, അത് കഴിക്കുമ്പോ കാണാൻ ഇയാളെ ഇതിന്റെ മാർട്ടിൻ പ്രക്കാട്ട് വന്നിരുന്നു, ബിപിൻ ചന്ദ്രൻ റൈറ്ററും ഉണ്ടായിരുന്നു. അപ്പൊ അവര് നാടകം കഴിഞ്ഞിട്ട് നമ്മളെ 4 പേരെ വിളിച്ചു. ഞാന്, പ്രതാപൻ, വിനോദ് ഗാന്ധി, സിയാറാജ് പിന്നെ അഭിനയിച്ചു. 3 പേരും അഭിനയിക്കാൻ വന്നിരുന്നു. അപ്പൊ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മമ്മൂക്ക ലാൽ ജോസിനെ കാണാൻ പോകുന്ന സൈക്കിളില് ചായക്കടയിൽ വന്നിട്ട് ആള് ഡ്രസ്സ് മാറും, ഷർട്ട് മാറും. അപ്പൊ ആ ചായക്കടക്കാരനായിട്ട് ഞാൻ അത് കഴിഞ്ഞ് സൈക്കിൾ വെച്ച് പോകുമ്പോ ഷൂട്ടൊക്കെ ഒരുമിച്ച് തന്നെയായിരുന്നു. ഷൂട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോകണം ഷൂട്ട് കഴിഞ്ഞ് പോകണം ഓർമ്മയുണ്ടായിരുന്നു. ചായക്കടക്കാരനും വഴി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ സംഭവം. രാമേട്ടന്റെ ഏത് സിനിമയാണ് ആദ്യത്തെ സിനിമ? അത് ഞങ്ങൾ കുറച്ചെടുത്ത് സംസാരിക്കണേ, ഏതാന്ന് ഓർമ്മ. സംശയം തീർന്ന നല്ല പ്രായം ഓർമ്മയ്ക്കൊക്കെ മതി, കുറച്ച് തമാശ പറഞ്ഞു.